ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആർക്കും പെട്ടെന്ന് പണം ആവശ്യമായി വന്നാൽ ആദ്യം തെളിയുന്ന ചിന്ത ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളായിരിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ പണം അക്കൗണ്ടിൽ എത്തുമെന്ന വാഗ്ദാനം പലരെയും ഈ ചതിക്കുഴിയിലേക്ക് നയിക്കുന്നു. എന്നാൽ ഈ സൗകര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ അപകടങ്ങളാണ്. ലോൺ ആപ്പുകൾ എങ്ങനെയാണ് ചതിക്കുന്നത്? വായ്പ നൽകുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുക എന്നതാണ് പല വ്യാജ ആപ്പുകളുടെയും പ്രധാന ലക്ഷ്യം. അനാവശ്യ പെർമിഷനുകൾ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ്, ഗാലറി അതായത് ഫോട്ടോകളും വീഡിയോകളും, ലൊക്കേഷൻ എന്നിവയിലേക്ക് അവർ ആക്സസ് ചോദിക്കുന്നു. വായ്പയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെങ്കിലും പലരും ഇത് ശ്രദ്ധിക്കാതെ അനുവാദം നൽകുന്നു. ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മോർഫിംഗ്. വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയാൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്നെടുത്ത ഫോട്ടോകൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി മാറ്റുന്നു. അടുത്തതാണ് ബ്ലാക്ക് മെയിലിംഗ്. ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്റ്റുകൾക്ക്, അതായത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു. അടുത്തതാണ് അമിത പലിശയും ചാർജും. 5000 രൂപ വായ്പ എടുക്കുമ്പോൾ പ്രോസസ്സിംഗ് ഫീസായി വലിയൊരു തുക ഈടാക്കി ബാക്കി മാത്രമേ അക്കൗണ്ടിൽ നൽകൂ. എന്നാൽ തിരികെ അടയ്ക്കേണ്ടത് ഇരട്ടി തുകയായിരിക്കും. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ ഈ അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ 21-കാരൻ ആനന്ദ് ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കി. ലോൺ തിരിച്ചടയ്ക്കാൻ വൈകിയതോടെ യുവാവിന്റെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു നൽകി അപമാനിച്ചതാണ് ഈ ദുരന്തത്തിന് കാരണമായത്. 31-കാരിയായ വീട്ടമ്മ ലോൺ ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അവരുടെ ഫോണിൽ നിന്നും 34ഓളം ലോൺ ആപ്പുകളാണ് പോലീസ് കണ്ടെത്തിയത്. ചെറിയ തുകയ്ക്ക് തുടങ്ങിയ വായ്പകൾ പിന്നീട് വലിയ ബാധ്യതയായി മാറുകയായി. സുരക്ഷിതരായിരിക്കാൻ എന്തു ചെയ്യണം? ലോൺ ആപ്പുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. RBI അംഗീകാരം പരിശോധിക്കുക. ആപ്പ് ഏതെങ്കിലും ബാങ്കുമായോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുമായോ ബന്ധപ്പെട്ടതാണോ എന്ന് പരിശോധിക്കുക. RBI അപ്രൂവ്ഡ് എന്ന ആപ്പിൽ എഴുതിയിരിക്കുന്നത് മാത്രം വിശ്വസിക്കരുത്. RBI വെബ്സൈറ്റിൽ ലിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. പെർമിഷനുകൾ ഒഴിവാക്കുക. കോണ്ടാക്റ്റുകൾ, ഗാലറി, മെസ്സേജ് എന്നിവയിലേക്ക് ആക്സസ് ചോദിക്കുന്ന ലോൺ ആപ്പുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. പ്ലേ സ്റ്റോർ റേറ്റിംഗ്. പ്ലേ സ്റ്റോറിലെ പോസിറ്റീവ് റിവ്യൂകൾ കണ്ട് വിശ്വസിക്കരുത്. അവ വ്യാജമായി ഉണ്ടാക്കിയതാവാം. ക്രിട്ടിക്കൽ അല്ലെങ്കിൽ 1 സ്റ്റാർ റിവ്യൂകൾ വായിച്ചു നോക്കുക. ലിങ്കുകൾ വഴി ഡൗൺലോഡ് ചെയ്യരുത്. വാട്സാപ്പ് വഴിയോ SMS വഴിയോ വരുന്ന ലിങ്കുകളിൽ നിന്ന് ഒരിക്കലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇനി ചതിയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഒരിക്കലും ഭീഷണിക്ക് വഴങ്ങരുത്. പണം നൽകിയാൽ ഭീഷണി അവസാനിക്കുമെന്ന് കരുതരുത്. ഒരിക്കൽ നൽകിയാൽ അവർ കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. പരാതി നൽകുക. ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകുക. ധൈര്യമായിരിക്കുക. നിങ്ങളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അത് സൈബർ കുറ്റകൃത്യമാണെന്നും നിങ്ങൾ ഇരയാണെന്നും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കുക. അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകുന്നത് മാനസിക സമ്മർദ്ദം കുറയാൻ സഹായിക്കും. സാമ്പത്തിക ആവശ്യങ്ങൾക്കായി എപ്പോഴും ബാങ്കുകളെയോ അംഗീകൃത സാമ്പത്തിക സ്ഥാപനങ്ങളെയോ നേരിട്ട് സമീപിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം.